നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ പ്രവർത്തന പരിധിയിലുള്ള ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, കിടങ്ങൂർ, അതിരമ്പുഴ, കാണക്കാരി, നീണ്ടൂർ പഞ്ചായത്തുകളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ പരിപാടി നടത്തും. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മുഴുവൻ ഓട്ടോ സ്റ്റാൻഡുകളും സന്ദർശിച്ച് ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കും. ഏപ്രിൽ 21 തിങ്കളാഴ്ച നടത്തുന്ന പരിപാടിയിൽ ഓരോ സ്റ്റാൻഡിലും ആൽഫയുടെ സ്വാന്തന പ്രവർത്തകരെ കണ്ണിചേർക്കാനും പരിചരണം ആവശ്യമുള്ളവരിലേക്ക് വേഗത്തിൽ പരിചരണം എത്തിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. പ്രവർത്തനങ്ങൾക്ക് ആൽഫ ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കോട്ടയം ജില്ലാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, നഴ്സിംഗ് സൂപ്പർവൈസർ മിനിമോൾ, ഫിസിയോതെറാപ്പിസ്റ്റ് അനു എന്നിവർ നേതൃത്വം നൽകും. ആൽഫ തിരുവല്ല സെന്ററിന്റെ നേതൃത്വത്തിൽ ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സംവദിച്ചു. തിരുവല്ലയിൽ ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിച്ച പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസ, സന്നദ്ധ പ്രവർത്തകരായ രാജൻ, അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. വിഷുദിനത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ പരിചരണത്തിലുള്ളവർക്ക് സഹായങ്ങൾ കൈമാറി. ആൽഫ അന്നം ഫുഡ് ബാങ്കിൽ നിന്നും 25 വീടുകളിലേക്ക് പച്ചക്കറി കിറ്റും, ഡ്രസ് ബാങ്കിൽ നിന്ന് 10 വീടുകളിലെ 20 പേർക്ക് പുതുവസ്ത്രവും നൽകിയെന്ന് പ്രസിഡന്റ് AB സക്കീർ ഹുസൈൻ അറിയിച്ചു. ആൽഫ നെടുമങ്ങാട് സെന്ററിന്റെ സേവനങ്ങൾ വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയന് ഡിസ്ട്രിക്ട് ഡയറക്ടർ പുളിമൂട്ടിൽ ഉണ്ണി ബ്രോഷർ കൈമാറുകയും ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വിശദീകരിക്കുകയും ചെയ്തു. ഏപ്രിൽ 25 രാവിലെ 10 വെമ്പായം പഞ്ചായത്ത് ഹാളിൽ വെച്ച് 21 വാർഡ് മെമ്പർമാരെയും 35 പേരടങ്ങുന്ന ആശാപ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് വോളണ്ടിയർ മീറ്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.